ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു 3 വെറൈറ്റി എഗ് ദോശയാണ് ഇവിടെ കാണിക്കാൻ പോണത്. ഞാൻ ആദ്യമായിട്ട് എഗ് ദോശ ട്രൈ ചെയ്യണത് ഞങ്ങൾ ചെന്നൈയിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു റോഡ് സൈഡ് തട്ടുകടയിൽ നിന്നാണ്. അപ്പോൾ തൊട്ട് ഞാൻ ഈ റെസിപ്പിയുടെ വലിയൊരു ഫാനാണ്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഒരു ഐഡിയൽ ഡിന്നർ റെസിപ്പിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ റെസിപ്പി ഒരു സിമ്പിൾ എഗ് ദോശയാണ്. ഞാനിവിടെ 2 കൈയിൽ മാവാണ് ഈ പാനിലേക്ക് ഒഴിക്കണത്. എൻ്റെ പാൻ ഇത്തിരി ചെറുതായതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഞാൻ പരത്തിയെടുക്കണേ ഈ ദോശ. നിങ്ങൾക്ക് ഇത്തിരി വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തിന്നായിട്ടുള്ള ദോശയും പരത്താവുന്നതാണ്. ദോശ പരത്തിയതിന് ശേഷം നമുക്കൊരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം, ആ ദോശയിൽ നല്ലോണം ബബിൾസ് വരണ വരെ. ഞാൻ ഈ ദോശയ്ക്ക് ഒരു മുട്ടയാണ് എടുത്തേക്കണത്. ഒരു മുട്ട കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ദോശയുടെ മുകളിൽ നല്ലോണം ബബിൾസ് വന്നു കഴിഞ്ഞു. ഈ സ്റ്റേജിലാണ് നമ്മൾ മുട്ട ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ ദോശമാവും മുട്ടയും കൂടി മിക്സായി അത് പുറത്തേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മുട്ട നല്ലോണം ദോശയുടെ മുകളിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക ഒരു ഫോർക്ക് കൊണ്ട്. അടുത്തത് നമ്മൾ ഇതിലൊരു സ്പൈസ് മിക്സ് ആണ് ചേർക്കാൻ പോണത്. ഇത് 1 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്തേക്കുന്ന സ്പൈസ് മിക്സ് ആണ്. അധികം ഫൈൻ ആക്കാൻ പാടില്ല, കുറച്ച് കോഴ്സ് ആയിരിക്കണം ഈ പൗഡർ, എന്നാലേ ദോശയുടെ മുകളിലൊക്കെ ഇടുമ്പോൾ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സ്പൈസ് മിക്സ് കുറച്ച് മുട്ടയുടെ മുകളിൽ നല്ലോണം തൂവി കൊടുക്കുക. എന്നിട്ട് നല്ലോണം എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ഇടുകയാണെങ്കിൽ ഇനിയും സ്വാദ് കൂടും. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എണ്ണ ഒഴിച്ചിട്ട് ഒരു മൂടി വെച്ച് ഈ ദോശ നമുക്ക് മൂടി വെക്കാം. ഇപ്പൊ ഏകദേശം ഒരു 2 മിനിറ്റ്സ് ആയി ദോശ മീഡിയം ഫ്ലെയിമിൽ വേവണത്. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം തീയ്, അല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മൂടി തുറന്ന് ദോശ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം മൂടി വെക്കേണ്ട ആവശ്യമില്ല. ദോശ തിരിച്ചിട്ട് മുട്ട നല്ലോണം വെന്തുന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഈ ദോശ വാങ്ങാവുന്നതാണ്. അടുത്ത റെസിപ്പി ഒരു മുട്ട പൊടി ദോശയാണ്. അതിന് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തേക്കണേ. കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്യുക. അതിനുശേഷം നല്ലോണം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ച്, അതേമാതിരി ചെറുതായി അരിഞ്ഞിരിക്കുന്ന തക്കാളി കുറച്ച്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്യുക. മല്ലിയില ഈ റെസിപ്പിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മല്ലിയിലയുടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫ്ലേവർ ആണ് ഈ റെസിപ്പിയുടെ സ്വാദ്. എല്ലാം കൂടി ചേർത്ത് മുട്ട നല്ലോണം ബീറ്റ് ചെയ്യാം. രണ്ട് കയ്യിൽ മാവ് ഒഴിച്ച് ദോശ പരത്തുക. ആദ്യത്തെ റെസിപ്പിയിൽ ചെയ്ത മാതിരി കുറച്ച് ബബിൾസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. ബബിൾസ് വന്നതിന് ശേഷം ഈ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ദോശയുടെ മുകളിലേക്ക് നല്ലോണം ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക ഒരു ഫോർക്ക് വെച്ച്. ഞാൻ ഈ റെസിപ്പി മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യണേ. മുട്ട ഒഴിച്ച് ഒരു 5 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഇഡ്ഡലിപ്പൊടി തൂവാം. ഞാനിവിടെ ആച്ചിയുടെ ഇഡ്ഡലിപ്പൊടിയാണ് യൂസ് ചെയ്യണേ. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആച്ചി ബ്രാൻഡ് എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ എല്ലാ മസാലപ്പൊടികളും ഞാൻ ആച്ചി ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഇഡ്ഡലിപ്പൊടിയാണോ ഉള്ളത് അതിങ്ങനെ കുറേശ്ശെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് ദോശയുടെ മുകളിൽ തൂവി കൊടുക്കുക. ഇഡ്ഡലിപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം എണ്ണ ഒഴിച്ച് ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്കായി. ഇപ്പം നമുക്ക് ദോശ തിരിച്ചിടാം.
പൊടിദോശ തിരിച്ചിടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം തീ കുറച്ച് വെച്ച് തിരിച്ചിട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടിദോശയിൽ മാത്രം. അപ്പോഴേ നമുക്ക് പൊടി കരിയാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ പൊടിദോശയും റെഡിയായി. ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോണ ബുൾസൈ ദോശയാണ്. അതിനും 2 കയ്യിലും മാവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ കുറച്ചൊന്ന് തിന്നായിട്ടാണ് പരത്തേണ്ടത് ഈ ദോശയ്ക്ക് മാത്രം. ദോശ ഒന്നൊന്ന് വെന്തതിന് ശേഷം ഒരു മുട്ട ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, മുട്ടയുടെ മഞ്ഞ ഉടഞ്ഞു പോവാണ്ട് നമുക്ക് ശ്രദ്ധിച്ച് ഇതിന്റെ മുകളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒന്നൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ ആ മുട്ടയുടെ വെള്ളം എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആയിക്കോളും. അതിനുശേഷം അതില് കുറച്ച് സവാള, കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ഇതിന്റെ മുകളിൽ നല്ലോണം തൂവി എണ്ണയും ചേർത്ത് ലിഡ് വെച്ച് മൂടി നമുക്ക് വേവിക്കാം. ബുൾസൈ ദോശ മറിച്ചിടില്ല. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത് അതിന്റെ മുട്ടയുടെ യെല്ലോ കുറച്ചൊന്ന് റണ്ണി ആയിരിക്കണം. അപ്പോഴേ അത് കഴിക്കാൻ നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ലിഡ് വെച്ച് ഒരു 2-3 മിനിറ്റ്സ് നല്ലോണം ദോശ വേവിച്ചതിന് ശേഷം നമുക്കത് അങ്ങനെ തന്നെ മടിച്ച് പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളുടെ ബുൾസൈ ദോശയും റെഡി ആയി കഴിഞ്ഞു. ഈ 3 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ മുട്ട ദോശയ്ക്ക് ആക്ച്വലി കൂട്ടി കഴിക്കാൻ ഒരു ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ വല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൂട്ടി കഴിക്കാൻ ഇനിയും എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.